പണ്ട് വെക്കേഷൻ ആവുമ്പോൾ നമ്മൾ എന്തൊക്കെ തരം കളികളാണ് കളിച്ചിരുന്നത് അല്ലെ? ഓടിക്കളിക്കും, ഒളിച്ച് കളിക്കും, അതുപോലെ തന്നെ നമ്മൾ സീസോ ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കളിക്കും. അത് കഴിയുമ്പോൾ ഏതെങ്കിലും മാവിന് കല്ലെറിഞ്ഞിട്ട് അതുമെന്ന് രണ്ട് മാങ്ങ പറിച്ചു കഴിഞ്ഞും കുറച്ച് പച്ചവെള്ളവും കുടിക്കും. പിന്നെ വീടിന്റെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നൂറാങ്കോല് കളിക്കും, പിന്നെ ചിരട്ടപ്പുട്ടുണ്ടാക്കും, കുഞ്ഞു വീട് വെച്ച് കളിക്കും, വളപ്പൊട്ട് കളിക്കും. അങ്ങനെ കുറേ കളികളൊക്കെ പണ്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഒരുപാട് സ്കില്ലുകൾ നമ്മൾ അറിയാതെ തന്നെ തന്നിരുന്നു. ഒരു സോഷ്യലൈസിങ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, അതുപോലെ നമ്മുടെ സെൻസ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങൾ പഴയ കളികൾക്ക് ഉണ്ടായിരുന്നു. കാലം മാറിയപ്പോൾ നമുക്ക് കൂടെ കളിക്കാനായിട്ട് ആളുകൾ കുറയാൻ തുടങ്ങി. അതുപോലെ പാരൻസിനെ ഉള്ളവരുടെ കൂടെ തന്നെ പുറത്തു വിടാൻ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ കുട്ടികൾ പതുക്കെ മൊബൈലിലേക്ക് നീങ്ങാനായിട്ട് ഒരു സാധ്യത തെളിഞ്ഞു തുടങ്ങി. കൊറോണ വന്നതോടുകൂടി അത് മുഴുവനായിട്ട് അവർ ഫോണിലേക്കായി. അപ്പോൾ ഫോണിൽ കളിക്കുന്ന ആളുകൾ ആ ഫോണിൽ ഉള്ള ആ ഒരു സാധനം മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യലൈസിങ് സ്കില്ലോ അതുപോലെ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നോ ഇവർക്ക് അറിയാതെ പോവാണ്. പിന്നെ ഈ വെർച്വൽ വേൾഡിൽ കാണുന്ന അത്ര സ്പീഡ്, അത്ര കളർഫുൾ ആയിട്ടാണ് റിയൽ വേൾഡ് എന്ന് ചിന്തിക്കുന്ന ആളുകളും കുറവല്ല. അപ്പോൾ ഈ പഴയ കളികളൊക്കെ കുട്ടികളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പണ്ട് നമ്മൾ നൂറാങ്കോല് കളിച്ചിരുന്നത് ഈർക്കിലെടുത്തിട്ടാണെങ്കിൽ ഇപ്പൊ നല്ല മനോഹരമായ കളറുകളിൽ അതിന് നല്ല സ്റ്റിക്കുകളായിട്ട് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അപ്പൊ പാരൻസിനോട് പറയാനുള്ളത് ഒരു കാര്യമാണ്, കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവർക്ക് നമ്മൾ ഇത്തരം കളികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്കിപ്പോൾ ഓൺലൈനിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലേ മേടിക്കാം, സാൻഡ് മേടിക്കാം, എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാം. അതുപോലെ ബിൽഡിംഗ് ബ്ലോക്സ് സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവരെ പതുക്കെ മൊബൈലിൽ നിന്നൊന്ന് പയ്യെ മാറ്റിക്കൊണ്ട് വന്ന് അവരുടെ കഴിവുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുക. അപ്പോൾ ഒരു ഡൈവേർഷൻ കിട്ടുമ്പോൾ ഒരുപക്ഷെ കുറെ കുട്ടികളെങ്കിലും പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യും. പിന്നെ മണ്ണിലൊക്കെ ഒന്ന് ചവിട്ടി നടക്കാൻ ഒരു അവസരമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഷൂവും സോക്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവരെ മണ്ണിനെ അറിഞ്ഞ് ഒന്ന് ചവിട്ടി മണ്ണിന്റെ ഗന്ധമൊക്കെ ഒന്ന് അറിഞ്ഞ് നടക്കാനായിട്ട് ഒരു അവസരമൊക്കെ ഒരുക്കി കൊടുക്കുക. പഴയതെല്ലാം മോശമാണെന്നും പുതിയത് മാത്രമാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ എന്നും വിചാരിക്കുന്ന കുറെ പേരുണ്ട്. പക്ഷേ പഴയ ആ സാധനങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു, നമുക്ക് ഇത്തരം സ്കില്ലുകളൊക്കെ തന്നിരുന്നു എന്ന്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒറ്റയടിക്ക് പറഞ്ഞങ്ങ് മാറ്റി നിർത്തുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളിൽ നിന്നും പുതിയ കാര്യങ്ങളിൽ നിന്നും ഏറ്റവും മികച്ചത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ എല്ലാ പാരൻസിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Let light shine out of darkness.